തനിക്ക് ADHD എന്ന രോഗാവസ്ഥയുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞത്. എന്താണ് ഈ ADHD? സാധാരണയായി കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും കണ്ടുവരുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം. കുട്ടിക്കാലത്ത് യഥാസമയം തിരിച്ചറിഞ്ഞാൽ ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതയുള്ള രോഗാവസ്ഥയാണിത്. ചിലരിൽ ADHDയുടെ ലക്ഷണങ്ങൾ ജീവിതകാലം മുഴുവൻ കണ്ടെന്നു വരാം. കുട്ടികളിൽ പഠനത്തെ വരെ ബാധിക്കാനുള്ള സാധ്യതയും മോഷണം പോലുള്ള ഗുരുതര സ്വഭാവ വൈകല്യങ്ങളും ADHD മൂലമുണ്ടാകും. മുതിർന്നവരിൽ ADHD ഉള്ളവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകില്ലെന്നതാണ് പ്രധാന ലക്ഷണം. പലപ്പോഴും സംസാരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക, അമിത ഉത്കണ്ഠ, സമ്മർദ്ദം, ദേഷ്യം, സമയത്തെക്കുറിച്ചുള്ള ധാരണയില്ലാതെയുള്ള പെരുമാറ്റം തുടങ്ങിയവയൊക്കെ ഈ രോഗത്തിന്റെ ഭാഗമായി കണ്ടുവരുന്നു. തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോപ്പമിൻ തകരാർ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ADHD എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിന് കൃത്യമായ ഉത്തരമില്ല. ജനിതക ഘടകങ്ങൾ, തലച്ചോറിനേൽക്കുന്ന പരിക്ക്, മാസം തികയാതെയുള്ള ജനനം തുടങ്ങിയവയൊക്കെ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ.